കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ബെനിഫിൻ. സ്വർണ്ണ സമ്പാദ്യങ്ങളെ ബിസിനസ്സിൽ നിക്ഷേപിക്കാം. ബഹ്റിൻ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ്. നമസ്കാരം. ഇന്ന് 2024 ഡിസംബർ 5 വ്യാഴാഴ്ച. 4 PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റിനിലെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് ജോലി അവസാനിക്കുമ്പോൾ നൽകുന്ന ഇൻഡിമിനിറ്റി ആനുകൂല്യം ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് വരുന്ന സംവിധാനം ആരംഭിച്ചു. ഇത് സംബന്ധിച്ച ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത്. സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷനിലേക്കാണ് ഇതിന്റെ പ്രതിമാസ വിഹിതം തൊഴിലുടമകൾ അടക്കുന്നത്. ഈ തുകയാണ് തൊഴിൽ നിർത്തിപ്പോകുന്ന വിദേശ തൊഴിലാളികളുടെ അക്കൗണ്ടിലേക്ക് അയച്ചു നൽകുന്നത്. ജോലി അവസാനിപ്പിച്ച ശേഷം ലേബർ മാർക്ക് റെഗുലേറ്ററി അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്താൽ തൊഴിലാളികൾക്ക് SIOയുടെ സർവീസുകളിലൂടെ ആനുകൂല്യങ്ങൾ ക്ലെയിം ചെയ്യാൻ സാധിക്കും. പ്രവാസി തൊഴിലാളികളുടെ അവകാശങ്ങൾ സുരക്ഷിതമാക്കാനും കൂടുതൽ സുതാര്യത ഉറപ്പുവരുത്താനുമാണ് ഈ സംവിധാനം നടപ്പിൽ വരുത്തിയിരിക്കുന്നത്. SIO വെബ്സൈറ്റിലെ സർവീസ് വിഭാഗത്തിൽ കയറി അഡ്വാൻസ്ഡ് കീ ലോഗിൻ ഉപയോഗിച്ച് ഓതന്റിക്കേഷൻ നൽകുക എന്നതാണ് ഇതിന്റെ ആദ്യപടി. ഇതിനുശേഷം IBAN നമ്പർ പരിശോധിച്ച് തെറ്റുണ്ടെങ്കിൽ തിരുത്താവുന്നതാണ്. നടപടിക്രമങ്ങൾ ലളിതമായി www.sio.gov.bh എന്ന വെബ്സൈറ്റിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ട് സംഘടിപ്പിക്കുന്ന ഫേബർ കാസ്റ്റൽ സ്പെക്ട്ര ആർട്സ് ആൻഡ് പെയിന്റിംഗ് മത്സരം നാളെ ഇന്ത്യൻ സ്കൂൾ ഇസ ടൗൺ ക്യാമ്പസിൽ നടക്കും. 25 സ്കൂളുകളിൽ നിന്നുള്ള 40ഓളം കോർഡിനേറ്റർമാരാണ് ഇതിന്റെ വിജയത്തിനായി ICRF പ്രവർത്തകർക്കൊപ്പം പ്രവർത്തിക്കുന്നത്. 4 വ്യത്യസ്ത ഗ്രൂപ്പുകളായി തിരിച്ചു നടത്തുന്ന പരിപാടിയിൽ ഓരോ വിഭാഗത്തിലെയും ആദ്യ 5 വിജയികൾക്ക് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും നൽകുന്നതോടൊപ്പം ഓരോ ഗ്രൂപ്പിൽ നിന്ന് മികച്ച 50 പേർക്ക് മെഡലുകളും ലഭിക്കും. പങ്കെടുക്കുന്ന എല്ലാവർക്കും സൗജന്യ ഡ്രോയിങ് മെറ്റീരിയലുകൾ ലഭിക്കും. കൂടാതെ പങ്കാളിത്ത സർട്ടിഫിക്കറ്റും നൽകും. വിജയിക്കുന്ന കലാസൃഷ്ടികളും മറ്റ് മികച്ച സൃഷ്ടികളും 2025 ICRF വാൾ ഡെസ്ക് കലണ്ടറുകളിൽ പ്രദർശിപ്പിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് സ്പെക്ട്ര കൺവീനർ മുരളീകൃഷ്ണനെ 34117864 എന്ന നമ്പറിലോ ജോയിന്റ് കൺവീനർ നിധിനെ 39612819 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. ഇന്ത്യൻ സ്കൂൾ പഞ്ചാബി ഭാഷാ വകുപ്പ് സംഘടിപ്പിച്ച പഞ്ചാബി ദിവസ് 2024 ശ്രദ്ധേയമായി. ജഷൻ മോൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പ്രിൻസിപ്പൽ VR പളനിസ്വാമി ഉദ്ഘാടനം ചെയ്തു. സീനിയർ സ്കൂൾ ആൻഡ് അക്കാഡമിക് അഡ്മിനിസ്ട്രേഷൻ വൈസ് പ്രിൻസിപ്പൽ G സതീഷ്, മിഡിൽ വിഭാഗം വൈസ് പ്രിൻസിപ്പൽ ജോസ് തോമസ്, സ്റ്റാഫ് പ്രതിനിധി പാർവതി ദേവദാസ്, വകുപ്പ് മേധാവികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. വകുപ്പ് മേധാവി ബാബു ഖാൻ, പഞ്ചാബി ഭാഷാ അധ്യാപിക സിമർജിത് കൗർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടിയുടെ ഏകോപനം നടന്നത്. ഹർഷദീപ് സിംഗ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കിരൺപ്രീത് കൗർ പഞ്ചാബി ഭാഷയ്ക്ക് ആമുഖം അവതരിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ ഉൾപ്പെടുത്തി ഒരാഴ്ച നീണ്ട ആഘോഷത്തിന്റെ ഗ്രാൻഡ് ഫിനാലെയായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. പരമ്പരാഗത പഞ്ചാബി ഗീത, ബാംഗ്ര നൃത്തങ്ങൾ എന്നിവയോടൊപ്പം സാംസ്കാരിക പ്രകടനങ്ങളും ചടങ്ങിൽ അവതരിപ്പിച്ചു. പഞ്ചാബി നാടൻ പാട്ടുകളും കവിതാ പാരായണങ്ങളും പരിപാടിക്ക് കൂടുതൽ ആകർഷണം നൽകി. വിജയികൾക്ക് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും സമ്മാനിച്ചു. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം.
ബഹ്റിൻ കേരളീയ സമാജവും DC ബുക്സും ചേർന്ന് സംഘടിപ്പിക്കുന്ന 8ാമത് അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾ അടക്കം നിരവധി പേർ എത്തുന്നതായി സംഘാടകർ അറിയിച്ചു. നവംബർ 28-ന് ആരംഭിച്ച പുസ്തകോത്സവം ഡിസംബർ 8-നാണ് അവസാനിക്കുന്നത്. ഇന്ന് വൈകിട്ട് എഴുത്തുകാരിയായ സൗമ്യ സരിനൊപ്പമുള്ള മുഖാമുഖം നടക്കും. നാളെ ബഹ്റിൻ പ്രവാസിയും എഴുത്തുകാരനുമായ ബിജി തോമസിന്റെ രക്തക്കറ പുരണ്ട മഷിപ്പാടുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം എഴുത്തുകാരിയും അവതാരികയുമായ അശ്വതി ശ്രീകാന്ത് നിർവഹിക്കും. ഡിസംബർ 7-ന് പ്രശസ്ത എഴുത്തുകാരൻ അനന്തപത്മനാഭനും സമാജത്തിലെത്തി വായനക്കാരുമായി സംവദിക്കും. ബഹ്റിനിലെ പ്രവാസി ഗൈഡൻസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി നടത്തിയ വർക്ക്ഷോപ്പുകൾ ശ്രദ്ധേയമായി. പ്രശസ്ത സൈക്കോളജിസ്റ്റും കൗൺസിലറുമായ റവറൻ ജോർജ് വർഗീസാണ് ക്ലാസുകൾ നയിച്ചത്. മാഹൂസിലെ മക്കൻഡീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് 2 ദിവസങ്ങളിലായി നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. കാലിക പ്രസക്തമായ വിഷയങ്ങൾ ചർച്ച ചെയ്ത പരിപാടിക്ക് PGC ചെയർമാൻ ഡോക്ടർ ജോൺ പനേക്കൽ, വൈസ് ചെയർമാൻ പ്രദീപ് പുറവങ്കര, CEO ബിജു തോമസ്, ബോർഡ് അംഗങ്ങളായ സുഷമ ജോൺസൺ, ലീബ ചെന്തുരുത്തി, ബിനു, ബിജു, സ്വാതി സനപ്പ്, ഷാരോൺ ജോൺ പനക്കൽ എന്നിവർ നേതൃത്വം നൽകി. വോയിസ് ഓഫ് ആലപ്പിയുടെ 2025-2026 സംഘടനാ തിരഞ്ഞെടുപ്പ് നടപടികളുടെ ഭാഗമായി സൽമാബാദ് ഏരിയയിലേക്ക് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ജനറൽ ബോഡി യോഗം വോയിസ് ഓഫ് ആലപ്പി പ്രസിഡന്റ് സിബിൻ സലീം ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് സജീഷ് സുഗതൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഏരിയ സെക്രട്ടറി വിനേഷ് കുമാർ സ്വാഗതം പറഞ്ഞു. കഴിഞ്ഞ 2 വർഷത്തെ വോയിസ് ഓഫ് ആലപ്പിയുടെ പ്രവർത്തനങ്ങൾ സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ധനേഷ് മുരളി വിവരിച്ചു. 2022-24 വർഷത്തെ ഏരിയ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും ഏരിയ സെക്രട്ടറി വിനേഷ് കുമാർ അവതരിപ്പിച്ചു. സജീഷ് സുഗതൻ പ്രസിഡന്റ്, വിനേഷ് കുമാർ സെക്രട്ടറി, അവിനാഷ് അരവിന്ദൻ ട്രഷറർ, അനന്തു CR വൈസ് പ്രസിഡന്റ്, ജിഷ്ണു ദേവ് സുദർശൻ ജോയിന്റ് സെക്രട്ടറി എന്നിവരാണ് പുതിയ ഭാരവാഹികൾ. സൽമാബാദ് ഏരിയയിൽ നിന്നുള്ള സെൻട്രൽ കമ്മിറ്റി പ്രതിനിധിയായി അരുൺ രത്നാകരൻ തിരഞ്ഞെടുക്കപ്പെട്ടു. കൃഷ്ണകുമാർ, ബെന്നി രാജു, രഘുനാഥ് PJ, രാജേന്ദ്രൻ പിള്ള, പ്രവീൺ കുമാർ, സന്ദീപ് ശാരംഗധരൻ എന്നിവരാണ് ഏരിയ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ. സൽമാബാദ്, ടുബ്ലി, സെഹ്ല, ആലി ഏരിയയിലേക്കുള്ള ആലപ്പുഴ ജില്ലക്കാരായവർക്ക് കൂടുതൽ വിവരങ്ങൾക്ക് 36405079 അല്ലെങ്കിൽ 38484566 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ബഹ്റിനിൽ നിന്നും കൊച്ചിയിലേക്ക് നേരിട്ടുള്ള വിമാനങ്ങളുടെ ലഭ്യതക്കുറവ് വിഷയത്തിൽ ഇടപെടൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹ്റിനിലെ ഇന്ത്യൻ സ്ഥാനപതിക്ക് IYCC ബഹ്റിൻ ദേശീയ കമ്മിറ്റി നിവേദനം നൽകി. അടിയന്തരമായി യാത്ര ചെയ്യേണ്ടി വരുന്നവർക്ക്, പ്രത്യേകിച്ച് അത്യാവശ്യ സന്ദർഭങ്ങളിൽ കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടവർക്ക് നേരിട്ടുള്ള വിമാനം അത്യാവശ്യമാണ് എന്ന് നിവേദനത്തിൽ സൂചിപ്പിച്ചു. വിഷയത്തിൽ അനുഭാവപൂർവമായ ഇടപെടലുണ്ടാവുമെന്ന് സ്ഥാനപതി അറിയിച്ചു. ദേശീയ വൈസ് പ്രസിഡന്റ് ഷംഷാദ് കാക്കൂർ, ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി, മെമ്പർഷിപ്പ് കൺവീനർ സ്റ്റെഫി സാബു, ഏരിയ സെക്രട്ടറി ഷാഫി വയനാട് എന്നിവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു.